ഫുട്ബോൾ ലോകകപ്പ് ഇനി ബിഗ് സ്ക്രീനിൽ കാണും. ഗോപു മന്ദിര ജിമാർട്ടിൽ LED ടിവികൾക്കും മറ്റു ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫേഴ്സ്, ഈസി EMI, ഒപ്പം ഗോൾ അടിക്കൂ. ഫുട്ബോൾ നേടും. ഗോപു മന്ദിര ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. മെയ്തർ ഈഗിൾസ് FC കേരള ഒരുക്കുന്ന ലോകകപ്പ് ഫൈനൽ മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ വന്ന് കാണൂ. അപ്പോൾ നിരവധി ആളുകളും ഈ വാർത്തയോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഭാരതവും ന്യൂസിലൻഡും തമ്മിലുള്ള ആ ബന്ധം ശക്തമാകുന്നതിന് പ്രധാനമന്ത്രിയുടെ ആ നേതൃത്വം അത് ഭാരതത്തിന് ഏറെ ഗുണം ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രതിപക്ഷമൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള സന്ദർശനങ്ങളാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ. ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന് ഇത്രയധികം ഒരു ആദരവ്, പ്രാധാന്യമൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ആ കാലം തന്നെയാണ്. അത് ഓരോ രാജ്യത്തിലും അദ്ദേഹം നടത്തുന്ന സന്ദർശനം, ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അത് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, വ്യക്തിബന്ധം, അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ കൂടി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അവിടുത്തെ പ്രധാനമന്ത്രിമാർ, അവിടുത്തെ പ്രസിഡന്റുമാർ, അവിടുത്തെ ഭരണാധികാരികൾ ഒക്കെ അദ്ദേഹവുമായി പങ്കുവെക്കുന്ന സൗഹൃദം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഭാരതത്തിന് മറ്റ് രാജ്യങ്ങൾ നൽകുന്ന പ്രാധാന്യം എത്രമാത്രമാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര രംഗം എത്രമാത്രം ശക്തിമത്താണ് എന്ന് തെളിയിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി ന്യൂസിലാൻഡിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത് പ്രതിപക്ഷം പോലും സമ്മതിക്കുന്നതാണ്. പക്ഷേ അവർ അതൊന്നും സമ്മതിക്കാതെ അനാവശ്യമായ വിവാദങ്ങൾ മാത്രം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി മറ്റു വാർത്തകളിലേക്കും പോകണം അല്ലേ? നമുക്ക് ഈ പ്രധാനമായും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വാർത്തയാണത്. അവയവദാതാക്കൾക്കായി അവയവ കച്ചവട റാക്കറ്റുമായി സ്വകാര്യ ആശുപത്രികൾ കരാറുണ്ടാക്കി എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. മുഖ്യകണ്ണി മുഹമ്മദ് നജ്ബീൻ്റെ കല്ലഡ്രാസ് മെഡിക്കൽ ടൂറിസവുമായുള്ള കരാറുകളുടെ രേഖകളും ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരെയും ഇഡി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഈ അവയവ കച്ചവട മാഫിയ, ഇതിനെപ്പറ്റി നിരന്തരം വാർത്തകൾ നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ ചില സ്വകാര്യ ആശുപത്രികൾ ഇവരുമായി നേരിട്ട് ഇടപാടുകൾ നടത്തുകയാണ്. അവർ തന്നെ നേരിട്ട് ഈ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളത് ആരോഗ്യരംഗത്ത് അപകടകരമായ കാര്യമാണ്. എന്തായാലും കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ വലിയ ആക്ഷേപം ഉയരുന്നത്. പരാതി വരുന്നത് ഇഡി ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നു. അവിടുത്തെ ഡോക്ടർമാരെ അടക്കം ചോദ്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഇടപാടിൻ്റെ രേഖകളും പുറത്തു വരുന്നുണ്ടല്ലോ. മിഥുൻ അയ്യപ്പൻ, തീർച്ചയായിട്ടും എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു നിയമലംഘനമാണ് അല്ലെങ്കിൽ കുറ്റകൃത്യമാണ് ഈ ഹോസ്പിറ്റൽ അധികൃതർ ചെയ്തിരിക്കുന്നത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ അവയവദാനത്തിന് രാജ്യത്ത് ചില ചട്ടങ്ങളുണ്ട്. ഒന്നെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ മാനുഷിക പരിഗണന മുൻനിർത്തിയോ മാത്രമേ അവയവദാനം ഇന്ത്യയിൽ നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പണം ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രതിഫലം നൽകിയോ ഇത്തരത്തിൽ അവയവദാനം നൽകാൻ പാടില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന ചട്ടം. ആ ചട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ രംഗത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടങ്ങളായിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ ഈ അവയവദാനത്തിന് വേണ്ടി ഈ അവയവദാനം കടത്ത് നടത്തുന്ന, വ്യാജരേഖകൾ ഉപയോഗിച്ച് അവയവദാനം നടത്തുന്ന ഈ മുഹമ്മദ് നജീബിൻ്റെ ഒരു ഒരു സ്ഥാപനവുമായി കരാറുണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കച്ചവടം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. ഒരു കുതിരക്കച്ചവടം തന്നെ ഈ ഒരു ഇതിൽ നടന്നിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലാണ്. അതായത് കല്ലട്ര മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത്തരത്തിൽ മുഹമ്മദ് നജീബ് ഇതിനെ മറയായി ഉപയോഗിച്ചിരുന്നത്. ആ മെഡിക്കൽ ടൂറിസം എന്ന സ്ഥാപനത്തിൻ്റെ മറവിലായിരുന്നു ഈ വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ടുള്ള അവയവം കടത്തുകൾ എല്ലാം തന്നെ നടന്നിരുന്നു, അവയവ മാറ്റം നടന്നിരുന്നത്. ആ സ്ഥാപനവുമായി ഈ ഒരു കരാറുകൾ ഈ സ്വകാര്യ ആശുപത്രികൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. ഈ കരാറിൻ്റെ രേഖകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലേക്ക് ഷോർ ആശുപത്രി
ആശുപത്രിയുടെ ഡോക്ടർമാരെ കൂടി ഇവരെ കൂടി ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമാക്കും, അല്ലെങ്കിൽ അവരെ കൂടി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തും. ഒപ്പം തന്നെ ലെക്ചർ എം ഡിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ED കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കച്ചവടം തന്നെയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. അതിൽ നജീബിന് കമ്മീഷൻ വ്യക്തമാണ്. അവയവ കച്ചവടക്കാരുമായി സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന ഇടപാടുകൾ അത് പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ രേഖകൾ കൂടി പുറത്തു വരികയാണ്. ED ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുകയാണ്. വിവരങ്ങൾ നടക്കുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. ഇനിയിപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ചക്കയുടെ ഔഷധ മൂല്യങ്ങളും ഗുണങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചക്ക സെമിനാർ ആറന്മുളയിൽ നടക്കാനൊരുങ്ങുകയാണ്. ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിൽ ചക്കയുടെ പങ്ക് സംബന്ധിച്ച വിഷയത്തിൽ പ്രഗത്ഭർ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. ചക്ക സെമിനാറിന്റെ വിശേഷങ്ങളുമായി മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ ജനം TVയോടൊപ്പം ചേരുകയാണ്. ഗോകുൽ രമേശാണ് രാജേട്ടനൊപ്പം ചേരുന്നത്. ഗോകുൽ, തുടരാം. വിനോദ ശില്പ, നമസ്തേ. എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നാളെ നടക്കാനായിട്ടൊരുങ്ങുന്ന ചക്ക സെമിനാർ. അതായത് ഇന്നത്തെ നിത്യജീവിതത്തിൽ ചക്കയുടെ പ്രാധാന്യം, ചക്കയുടെ ഔഷധ മൂല്യങ്ങൾ, ഗുണങ്ങൾ തുടങ്ങിയവയെ പറ്റിയിട്ടൊക്കെ വിദഗ്ധരുടെ ക്ലാസ്സുകളായിരിക്കും ഈ സെമിനാറിൻ്റെ പ്രധാന ആകർഷണം. എന്തായാലും ഈ പരിപാടിയുടെ സംഘാടകനും അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവുമായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടൻ ഈ പരിപാടിയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. രാജേട്ടൻ, നമസ്തേ. ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? അല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം ഇന്ന് വളരെയേറെ ഉത്കണ്ഠയോടുകൂടിയാണ് പലരും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമേഹ രോഗികൾ, അതുപോലെ ക്യാൻസർ രോഗികൾ, ഇങ്ങനെ പലരും പല വിധത്തിലുള്ള രോഗം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ തന്നെ പ്രമേഹ രോഗികൾ 5 പേര് കൂടുന്നതിൽ ഒരാൾ ഇപ്പോൾ പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇത് വർദ്ധിച്ചും വരികയാണ്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഏറ്റവും അധികം ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയൊക്കെ മരുന്ന് ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് കേരളമാണ്. ഒന്ന്, ജീവിതശൈലി രോഗങ്ങളാണ്, വർദ്ധിച്ചു വരികയാണ്. ഭക്ഷണജന്യമായിട്ടുള്ള രോഗങ്ങളാണ് പലതും. ഭക്ഷണത്തിൽ നിന്നാണ് ഈ രോഗം പലതും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മനോജന്യമായ രോഗങ്ങളുണ്ട്, ജലജന്യമായിട്ടുള്ള രോഗങ്ങളുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഇത് ഭക്ഷണം ഇന്ന് ഏറ്റവും വലിയൊരു വിഷയമാണ്. അതായത് റെഡി ടു ഈറ്റ്, കഴിക്കാൻ പാകത്തിന് ഭക്ഷണം കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും, രുചിയുള്ള ഭക്ഷണം ഏത് കിട്ടിയാലും, യാത്രക്കിടയിൽ വീട്ടിൽ പോലും അടുക്കളയിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള നിലയിലേക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന പാചകം ചെയ്ത ഭക്ഷണങ്ങൾ, ഇതെല്ലാം കഴിച്ച് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ളൊരു മാർഗം? പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന നാടൻ വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ, ജൈവകൃഷി, ഇതിലൊക്കെ ഇനി തിരിച്ചു പോയേ പറ്റൂ. ഈ ജൈവകൃഷിയിലൂടെ എല്ലാവിധത്തിലും ഈ രാസവള പ്രയോഗത്തിൽ നിന്നും കീടനാശിനിയുടെ ഉപയോഗത്തിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നമുക്ക് തനത് നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധിക്കുന്ന വളപ്രയോഗത്തിലൂടെ കൃഷി ചെയ്താൽ ഈ ഉൽപ്പന്നങ്ങൾ മതി നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം പരീക്ഷിക്കും. വാസ്തവത്തിൽ ഭക്ഷണമാണ് ഒരു ഔഷധം. ആ ഭക്ഷണം ഔഷധമായി സേവിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് പണ്ട്